കോംറേഡ്സിന് എന്നും തലവേദനയായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ്. കേരളം കണ്ട അരുങ്കലയിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ നീക്കം നടന്നെന്ന ആരോപണത്തിന് പിന്നാലെ വീണ്ടും പാർട്ടിക്കും സർക്കാരിനും തലവേദന തുടങ്ങിയിരിക്കുകയാണ്. 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടും പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്താണ് സർക്കാർ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ നീക്കം നടന്നു എന്നുള്ള രേഖകൾ പുറത്തു വന്നതിന് പിന്നാലെ ഭയങ്കര വിവാദമായിരുന്നു. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ മുൻകൈ എടുത്തത് സർക്കാരാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം. സംഭവം കയറി കത്തിയപ്പോൾ അത് ജയിൽ അധികൃതർക്ക് ചെറിയൊരു തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞ് നമ്മുടെ മന്ത്രിമാരൊക്കെ കൈയഴുകി. പക്ഷെ വിഷയം അടിയന്തര പ്രമേയമായും സബ്മിഷനായും ഒക്കെ പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ചു. സബ്മിഷനിലൂടെ യഥാർത്ഥത്തിൽ ഉന്നയിച്ചത് അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ്, ഇപ്പൊ പ്രസക്തമല്ലാത്ത ഒരു പ്രശ്നമാണ്. സഭയ്ക്ക് പുറത്തേ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. വീണ്ടും സഭയിൽ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇപ്പൊ സബ്മിഷനായിട്ടൊന്ന് കൊണ്ടുവന്നു. ശരി, ഇപ്പൊ പ്രസക്തമല്ലാത്ത കേസോ? ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിന് എല്ലാ കാലത്തും പ്രസക്തി ഉണ്ടെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുവോ? ടി.പി. ചന്ദ്രശേഖരൻ വണ്ടിയിടിച്ച് മരിച്ചതല്ലോ, രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ആ മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തിയതല്ലേ. അതൊക്കെ പണ്ടത്തെ കാര്യല്ലേ, ഇപ്പൊ അതൊക്കെ എന്തിനാ പറയുന്നുള്ള ആറ്റിറ്റ്യൂഡാണ് രാജശേഖരന്. അത് പോലീസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണോ അതോ ഈ പ്രശ്നം സജീവമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കുടില നീക്കമോ ഉപജാപമോ അതിനുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കുടില നീക്കം, ഉപജാപം, അങ്ങനെയുള്ള വിജിലംബിച്ച വാക്കൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്രയും ക്രൂരായിട്ടുള്ള കൊലപാതകം നടത്തിയ പ്രതികൾക്ക് 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് കൊടുക്കണ്ടെന്ന് കോടതി വരെ പറഞ്ഞിട്ട് പാവം പ്രതികൾ കുറെ നാളായില്ലേ അകത്ത് കിടക്കുന്നു. ഇനി കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ആവാന്ന് ആരായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? ആരാണ് ഇത്ര വലിയ മനുഷ്യ സ്നേഹി? അത് വളരെ യാദൃശ്ചികമായി നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നാണോ? അപ്പൊ സർക്കാരിന്റെ ശമ്പളം പറ്റിയിട്ട് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഗൗരവമായി പരിശോധിക്കേണ്ടി വരും. അങ്ങനെ പറയും. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ആരാണ് പ്രതിസ്ഥാനത്ത് നിന്നത്? ആർക്കെതിരെയാണ് ആരോപണം വരുന്നത്? CPIഎമ്മിനെതിരെ. ഇപ്പൊ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കുന്ന കാര്യം വന്നപ്പോഴും ആർക്കെതിരെ ആരോപണം വന്നത്? അതും CPIഎമ്മിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ. ആഭ്യന്തര വകുപ്പ് ഭരിക്കണതാരാ? അതും മുഖ്യമന്ത്രി. പക്ഷെ ശിക്ഷാ ഇളവിന് നീക്കം നടത്തിയത് മാത്രം പ്രതിപക്ഷാണത്രേ. അതൊരു വല്ലാത്ത കണ്ടുപിടുത്തായി പോയല്ലോ രാജശേട്ടാ. അത് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാദങ്ങളെല്ലാം. സർക്കാർ ചിന്തിക്കാത്ത കാര്യം, സർക്കാർ ആലോചിക്കാത്ത കാര്യം സർക്കാരിന്റെ മേൽ ആരോപിക്കുകയാണ് പ്രതിപക്ഷം. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയായവന്. പ്രതികൾക്ക് ഇളവ് കൊടുക്കില്ല എന്ന് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മറ്റേ സൈഡിൽ പോലീസ് കെ രമേനെ വിളിക്കുന്നുണ്ടായിരുന്നു. പ്രതി ട്രൗസർ മനോജിന്റെ ശിക്ഷാ ഇളവിന് വേണ്ടിയാണ് കെ രമയുടെ മൊഴിയെടുക്കാൻ പോലീസ് വിളിച്ചത്. അപ്പോഴും നമ്മുടെ നേതാക്കള് ഒരേ സ്വരത്തിൽ പറഞ്ഞു ശിക്ഷാ ഇളവില്ല എന്ന്. അപ്പൊ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായി കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് 7:37 എനിക്കൊരു കോള് വരുന്നത്. ആ കോള് വന്നപ്പോൾ അദ്ദേഹം പോലീസുകാരൻ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ നിങ്ങളെ മൊഴി എടുക്കാനാണെന്ന് വിളിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു എന്ത് മൊഴി എടുത്തല്ലോ? അപ്പോൾ അല്ല, അതിനകത്തൊരു പ്രതി കൂടിയുണ്ട്, മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ്. അപ്പോൾ നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധയിലില്ല, 3 പേരെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ട്രൗസർ മനോജ് കൂടി ഉണ്ട് എന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് 7ാമത്തെ പ്രതിയായിട്ട് ട്രൗസർ മനോജ് ഉണ്ട്. നമ്മളെ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല, സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ആരും അറിയാണ്ട് നൈസായി ഒരാൾക്കെങ്കിലും ശിക്ഷാ ഇളവ് കൊടുക്കാന്ന് വിചാരിച്ചായിരുന്നു, അതും പാളിപ്പോയി. അല്ല രാജേഷേട്ടാ, സർക്കാരിന് ഇതിൽ പങ്കില്ലെങ്കിൽ ആ ലിസ്റ്റിൽ ടി.പി. കേസ് പ്രതികളുടെ പേരെങ്ങനെയാ വന്നത്? ആരും ചേർക്കാണ്ട് ആ പേരുകളൊന്നും ആ ലിസ്റ്റിൽ വരില്ലല്ലോ. എനിക്കറിഞ്ഞൂടെ ആരൊക്കെ ഉള്ളത്. പിന്നെ ഒരു ജയിൽ ഉപദേശക സമിതിക്കൊന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല. എനിക്കറിഞ്ഞൂടാന്ന് പറഞ്ഞ് കൈമലർത്തല്ല രാജേഷേട്ടാ, പറഞ്ഞു വെളുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അവിടെ ഇരുത്തിരിക്കണത്? അല്ല, മുഖ്യമന്ത്രിയുടെ അഭാവത്തില് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് നിങ്ങളല്ലേ? മാത്രല്ല രാജേഷേട്ടൻ തന്നെ പറഞ്ഞില്ലേ ജയിൽ അധികൃതർക്ക് മാത്രം ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന്. അതെ, പറ്റില്ല. അതാണ് നമ്മുടെയും ചോദ്യം. അപ്പൊ ആരായിരിക്കും ആ തീരുമാനം എടുത്തത്? ഇനിയിപ്പോൾ ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് തെറ്റ് വന്നതെന്ന് കരുത്. പക്ഷെ അവർക്കെതിരെ നടപടിയെടുക്കാൻ എന്ത് ഇത്ര വൈകിയത്? സംഭവം വിവാദമാവാൻ വേണ്ടി എന്ത് കാത്തിരുന്നത് രാജേഷേട്ടാ? നല്ല ചോദ്യം. കാരണം എന്താണെന്നറിയോ, ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളില്ലേ. കയ്യോടങ്ങ് ചെയ്താൽ ആ സസ്പെൻഷൻ നിലനിൽക്കും.
നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആർക്കും അറിയാത്ത, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യങ്ങളല്ലേ. ഓ, അപ്പൊ തന്നെ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ത്രില്ലില്ല അല്ലേ? രാജേഷേട്ടൻ എന്തൊരു കൂൾ മനുഷ്യനാണല്ലേ. ഇങ്ങനെ ഗുരുതര ആരോപണം ഉണ്ടായിട്ടും ഒരു ചെറു ചിരിയോടെ അല്ലേ എപ്പോഴും മറുപടി പറയണത്. ഈ ചിരി കാണുമ്പോൾ പണ്ടത്തെ പിണറായി വിജയൻ സഖാവിന്റെ ചിരിയും കൂൾ ആറ്റിറ്റ്യൂഡൊക്കെയാണ് ഓർമ്മ വരുന്നത്. TP ചന്ദ്രശേഖരന്റെ കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടിയോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അന്ന് നമ്മുടെ കോമ്രേഡ് എന്ത് കൂളായിട്ടാണ് സംസാരിച്ചത്. ഞെട്ടാൻ അങ്ങനെയുള്ളൊരു സംഭവങ്ങളല്ലല്ലോ. ഞെട്ടുക എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ മാനസിക നില വെച്ച് തോന്നുന്നതാണ്. നമ്മളിപ്പോൾ ഒന്ന് കണ്ടാൽ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നവരുണ്ടാവും. ഓ, അങ്ങനെ ഒരു സാധനം അവിടെ കണ്ടല്ലോ എന്ന നിലക്ക് നോക്കുന്നവരുണ്ടാവും. അങ്ങനെ മാനസിക നിലയിലെ വ്യത്യാസങ്ങൾ ഇതിനകത്തൊക്കെ കാണും. ആ നിലയ്ക്ക് അതിനെ കാട്ടതായിട്ടുള്ളൂ. കണ്ടോ, ഇതുപോലെ വേണം മറുപടി പറയാനായിട്ട്. ഗുരുവിന്റെ പാത പിന്തുടരുന്ന ആളാണല്ലോ രാജേഷേട്ടൻ. ഇതൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ആദ്യം പറയുന്നു 3 പേർക്ക് ശിക്ഷ ഇളവ്, പിന്നെ പറയുന്നു അതിൽ ഒരാളും കൂടി ഉണ്ടെന്ന്. വിവാദമായപ്പോ ഞങ്ങൾക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞ് കൈമലർത്തുന്നു. ഇതൊക്കെ എന്താണ് രാജേഷേട്ടാ? ഇതില് എണ്ണത്തിന്റെ പ്രശ്നം വരുന്നില്ല. എണ്ണത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. 3, 4, 5 എന്നുള്ളതല്ല പ്രശ്നം. സർക്കാർ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല. തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ പോലീസുകാർ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല കാര്യം. അപ്പൊ കുറ്റം മുഴുവനും പോലീസുകാരുടെ തലയിലിട്ട് ഇവിടെ പലരും നമ്മള് സേഫ് ആയല്ലോ എന്ന് ആലോചിച്ച് നെടുവീർപ്പിടുന്നുണ്ടെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇപ്പോഴത്തെ ആരോപണം ഏതായാലും തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ. ഇപ്പോഴെങ്കിലും അത് തെളിഞ്ഞല്ലോ. അപ്പൊ ഇനി ഇതുകൊണ്ടൊന്നും ഇത് അവസാനിക്കുന്നത് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അടുത്ത 2 വർഷം പുതിയ കഥകൾ, പുതിയ ഊഹാപോഹങ്ങൾ, പുതിയ സംഭ്രമജനകമായിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ എല്ലാ ദിവസവും സർക്കാരിനെതിരെ വന്നുകൊണ്ടിരിക്കും. അത് തെറ്റാണ് എന്ന് തെളിഞ്ഞാലും അടുത്തത് വരുന്നത് വരെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞോ? എവിടെ തെറ്റാണെന്ന് തെളിഞ്ഞു? KK രമയോ അല്ലെങ്കിൽ പ്രതിപക്ഷോ ആരോപണം പിൻവലിച്ചോ? എന്നിട്ട് എന്താണ് രാജേഷേട്ടൻ ഇങ്ങനെ പറയണത്? അതൊക്കെ രാജേഷേട്ടൻ്റെ ഒരു നമ്പർ ആയിരിക്കും അല്ലേ? പാർട്ടിക്കെതിരെ വർഷങ്ങളായി കൊലപാതക രാഷ്ട്രീയത്തിന്റെ ആരോപണം ഉണ്ടായിട്ടും ആർക്കും ഇപ്പോഴും ധാർഷ്ട്യത്തിനും പുച്ഛത്തിനൊന്നും ഒരു കുറവുമില്ല. പോലെ രാജേഷേട്ടനെ ഏൽപ്പിച്ച ജോലി രാജേഷേട്ടൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മുടുക്കൻ. പാർട്ടിയിലെല്ലാവർക്കും ഇത് ബാധകമാണ് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴാ ആരെയാ കുലംകുത്തികളാക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. പണ്ട് TP ചന്ദ്രശേഖരനെ കുലംകുത്തിയെന്ന് വിളിച്ചപ്പോൾ അത് പിണറായി വിജയന്റെ മാത്രം അഭിപ്രായമാണെന്നും പാർട്ടിയുടെ അഭിപ്രായമല്ലെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞപ്പോൾ പിണറായി സഖാവ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതൊക്കെ എല്ലാവരും മനസ്സിലോർത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ആരോഗ്യത്തിന് കൊള്ളാം. പിണറായി വിജയൻ കുലംകുത്തി എന്ന് പറഞ്ഞ അത്തരം ആളുകൾക്ക് പാർട്ടിയിൽ വീണ്ടും വന്ന് സ്ഥാനങ്ങൾ നേടിക്കളയാമെന്ന് ധരിക്കണ്ട. അത് കുലംകുത്തി തന്നെയാണ്. ഇതിലൊന്നും പാർട്ടിയിൽ വ്യത്യസ്തതയില്ല. TP ചന്ദ്രശേഖരൻ കേസ് പ്രതികളുടെ ശിക്ഷ ഇളവ് വിവാദത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ തലയൂരിയിട്ടുണ്ട്. വിഷയത്തിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രി സഭയിൽ പോലും വന്നില്ല. അതുകൊണ്ട് സർക്കാർ ഇപ്പോൾ സേഫ് ആണെന്നാണ് അവരെന്നെ പറയണത്. എന്തായാലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകികളുടെ ശിക്ഷ കുറയ്ക്കാൻ അക്ഷീണം പ്രവർത്തിച്ച ആ മനസ്സുകൾ നമ്മളാരും കാണാണ്ട് പോരുത് കേട്ടോ. എന്നാൽ ശരി, 51 വെട്ടുവെട്ടാൻ ആരും വന്നില്ലെങ്കിൽ ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം.